എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മച്ചാട് തിരുവാണിക്കാവിലാണ്. നമുക്കെല്ലാവർക്കും തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. മച്ചാട് മാമാങ്കം വളരെ പ്രശസ്തമാണ് അല്ലേ? 21-നാണ് മാമാങ്കം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കാർണിവൽ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കാർണിവൽ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള ആളുകളെ പരിചയപ്പെടാനും കാണാനും അവർക്ക് ആഘോഷിക്കാനും ഷോപ്പിംഗ് നടത്താനും ഒക്കെ ഒരു വലിയ വേദിയാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് ആളുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഈ കാർണിവലിലേക്കും മച്ചാടിൻ്റെ വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മച്ചാട് കാർണിവലിൽ വന്നിട്ടുള്ള ആളുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു നാടിൻ്റെ ഒരു സന്തോഷവും എന്താ പറയുക, അവരുടെ ഒരു അഭിമാനവും ഒക്കെയാണ്. നമുക്ക് 2 ചുണക്കുട്ടികളെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഹലോ, പേരെന്താ? കൃഷ്ണജ. ആംബുലൻസിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കൃഷ്ണജ. പേര്? ഫാത്തിമ. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അതെ. ഓക്കെ. അപ്പോൾ എന്താ പറയുക, കാർണിവലൊക്കെ കണ്ടു. ഇനി മാമാങ്കത്തിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എത്ര വർഷം കണ്ടിട്ടുണ്ട് ഇപ്പോൾ? മച്ചാട് മാമ എന്ന് പറയണേ ഇപ്പക്ക് 17 വയസ്സായി. അപ്പൊ 17 വർഷം കണ്ടിട്ട് ഞാൻ കണ്ടിട്ട്. അതെ, അച്ഛനമ്മയും പറഞ്ഞിട്ട് ചെറുപ്പം തൊട്ടേ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞ കാരണം 17 വർഷം കണ്ടിട്ട്. 17 വർഷം കണ്ടിട്ടുണ്ട്. ഓക്കെ. ഫാത്തിമയോ? ഞാൻ കഴിഞ്ഞ വർഷം മുതലേ കാണാൻ തുടങ്ങിയത്. ഇവിടെ ആണെങ്കിലും ഞാൻ വരാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് വരാറ്. ഇപ്പൊ വരാറുണ്ട്. ഇപ്പൊ വരുന്നുണ്ട്. എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വരുമോ? കാർണിവല് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ വന്നോണ്ടിരിക്കും. ഇവിടുത്തെ ഈ വൈബൊക്കെ ഇഷ്ടമാണ്. മാമാങ്കം കാണുമ്പോ എന്താണ് ആദ്യമായിട്ട് കണ്ടപ്പോ? കഴിഞ്ഞ വർഷമല്ലേ കണ്ടത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീൽ എന്ന് പറഞ്ഞേ? കഴിഞ്ഞ പ്രാവശ്യം കണ്ട എക്സൈറ്റ്മെന്റിലാണ് ഞാൻ എപ്പോഴും വന്നോണ്ടിരിക്കുന്നത്. ആണോ? ഓ, എങ്ങനെ ഉണ്ടാവുന്നു? അത് കാണാത്ത ഒരാൾക്ക് അത് കാണാൻ വരുമ്പോ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞേ? പറവറപ്പാടൊക്കെ വൈബാണ്. ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ പറവറപ്പാട് എടുക്കാൻ വരാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ നിന്നൊക്കെ ജാതി വൈബാണ്. ആണോ? ഈ കുതിരകൾ ഒരുമിച്ച് ഇങ്ങനെ വരുന്നതും അതോ സീനാണോ? അപ്പൊ അടുത്ത കൂടെ ഒക്കെ വരുമ്പോഴുള്ള വൈബ് ഉണ്ടല്ലോ, പൊടിയൊക്കെ പറിച്ചിട്ട്. ആ പറച്ചില്ലുണ്ടാവും ഒരു വൈബ്. ഇവിടെ എന്താണ് ആ അനുഭവം? ഇതേപോലെ തന്നെ ഞങ്ങളുടെ അവിടെ കുതിരച്ചാട്ടുണ്ട്. കുതിരക്ക് തലവെപ്പുണ്ട്. ഇതേപോലെ ഇവിടുന്ന് എഴുന്നള്ളിച്ചിട്ട് വരുന്നു, അവിടെ നിന്ന് തലവെക്കുന്നു. അവിടെ നിന്ന് വീണ്ടും അവിടെ ഞങ്ങളുടെ അവിടെ ചാട്ടുണ്ട്. ചാട്ടം കഴിഞ്ഞ് പിന്നെ വേലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുകിട വേലകളുണ്ട്. വേലയും ഇതൊക്കെ ആയിട്ട് പാടത്തു കൂടെ നേരം ഇങ്ങോട്ട് വരുന്നു. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെ സെറ്റായിട്ട് എല്ലാം നിർത്തുന്നു. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ഇവിടെ തുടങ്ങിയിട്ടൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും അവസാനിക്കുന്നു. അങ്ങനെ അടിപൊളി പൂരാണ്. അപ്പൊ പരിപാടി തുടങ്ങിയത് മുതൽ നമ്മളെല്ലാ കാഴ്ചയും കാണാം. എല്ലാ കാഴ്ചയും കാണാറുണ്ട്. ഒന്നും വിടാറില്ല. അതുപോലെ കുംഭകോടം അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഉണ്ട്. അത് ഓരോ സെറ്റാണ്. 3 സെറ്റ് ഇവിടുന്ന് വിഭാഗം വരുന്നുണ്ട്. കുംഭകോടം കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ്. പൊളിയാണ്. അപ്പൊ എന്തായാലും തൃശ്ശൂരിലല്ലാത്തവരും ഇത് കാണാത്തവരും ഒക്കെ അങ്ങോട്ട് വരട്ടെ. അതെ, എല്ലാവരും അതെ, എല്ലാവരും വരാണ്. ഞങ്ങളുടെ മച്ചാട് മാമാങ്കാണ്. 2024 അങ്ങനെ ജാതി മതങ്ങളൊന്നുമില്ല. അടിപൊളിയാണ്. എല്ലാവരും വരണം. അപ്പൊ എന്തായാലും താങ്ക് യു. നല്ലൊരു കിടിലൻ ഒരു ക്ഷണമാണ് തുടക്കത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മാമാങ്കം കാണാത്തവര് തീർച്ചയായിട്ടും അതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ ആ പറച്ചിൽ തന്നെ നമുക്കതിൻ്റെ ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? എന്തായാലും കൂടുതൽ ആളുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അവരുടെയൊക്കെ മാമാങ്ക വിശേഷം, കാർണിവൽ വിശേഷം ഒക്കെ നമുക്ക് ചോദിക്കാം. കാർണിവൽ കാണാൻ ഒരു ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെന്താ? എന്റെ പേര് ഹേമചന്ദ്രൻ മച്ചാട്, മണലിത്ര ദേശം. ഓ, ദേശത്തിന്റെ പേര് ചേർത്തിട്ട് മണലിത്ര ദേശം മച്ചാട് മാമാങ്കത്തിലെ ഈ അറിയപ്പെടുന്ന ദേശത്തിലൊരു ദേശം മണലിത്ര ദേശം. അവിടുത്തെ രക്ഷാധികാരി ആണ് ഞാൻ. ഓ, അത് ശരി. എന്റെ പേര് ഹേമചന്ദ്രൻ. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷങ്ങൾ? ആഘോഷം എന്ന് പറഞ്ഞാൽ ഇത്തവണയല്ല, ഞങ്ങൾ മച്ചാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത് ഗംഭീരാക്കും.
ഗംഭീരാവും. അതൊന്നും ഞങ്ങളെ ഒന്നും കഴിവല്ല. അത് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഒരു ഭഗവതി ഉണ്ട്. അത് മച്ചാട് ദേശത്തിനെ കാക്കുന്ന ഞങ്ങളുടെ അമ്മ. ആ അമ്മയുടെ കഴിവാണ് ഇത്, വേറെ ആരും കഴിവല്ല. അത് ഓട്ടോമാറ്റിക് അത് നടന്നുകൊണ്ടിരിക്കും. ഞാൻ 40-40 വർഷമായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. ഈ ഒരു ദിവസം, അതായത് ഈ പുറപ്പെടുന്ന ഈ ദിവസം ഞാനിവിടെ എത്തിയിരിക്കും. എനിക്ക് കുവൈറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, പറ്റില്ല. എന്നിട്ട് കാലുമ്മ കൂടെ ഒരു വിറയ വന്നേ, കാലുമ്മ കൂടെ ഒരു വിറയ വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും എനിക്ക് ലീവ് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈഫിനെ വിളിച്ചു, എന്താ ചെയ്യണം, എനിക്ക് ലീവ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ വൈഫ് ഞങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് മലത്ര ദേശത്തിൻ്റെ ഉണ്ട്. ആ സമയത്ത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് വൈഫ് ആ വെടിക്കെട്ട് കാണിക്കണ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു ലീവ് തരാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്യണം, ജോലി ഞാൻ റിസൈൻ ചെയ്യാണ്, ഞാൻ പോവാണ് പറഞ്ഞു. എനിക്ക് വേണ്ട, ജോലി വേണ്ട. അതാണ് മച്ചാടുകാരുടെ ഒരു ആള് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം. അത് കഴിയുമ്പോ പിന്നെ ഞാനല്ല സംസാരിക്കണേ, ആള് ക്ഷയിക്കേണ്ടി വന്നു. ഹേമ നിന്റെ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അപ്പൊ ഞാൻ പറയും എനിക്ക് പോയേ പറ്റുള്ളൂ. ഐ ഡോണ്ട് വാണ്ട് യുവർ ജോബ്, ഐ വാണ്ട് ഗോ ടു മൈ ഫെസ്റ്റിവൽ, ദിസ് ഈസ് മൈ ഇൻ മൈ ബ്ലഡ്. അത് പറഞ്ഞപ്പോൾ ഉടനടി വേഗം ഗിവ് മീ ലെറ്റർ, ലീവ് ലെറ്റർ. ഞാൻ ഒരു 3 ദിവസം ലീവ് ലെറ്റർ എഴുതിയത്. അദ്ദേഹം എന്താ പറയുക, 2.5 month യുവർ ലീവ് പെർമിഷൻ എന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ മച്ചാടുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു വികാരമാണ് മച്ചാട് മാമാങ്കം അല്ലേ? അപ്പൊ ഇനി കാർണിവൽ കാണാൻ പോവാണ്, ടിക്കറ്റ് എടുത്തു, ഇനി ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഷോപ്പിംഗ് ഒക്കെ തകർന്നായിട്ട് നടക്കുമോ? അത് അവർക്കറിയാം, വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു വിശേഷം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ ഒരു എന്താണ് മാമാങ്കത്തിൻ്റെ ഇവരുടെ ഒരു സന്തോഷം, ആ ഒരു വൈബ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമ്പലത്തിൽ നിന്ന് പറപ്പുറപ്പാട് അത് കഴിഞ്ഞ് നേരെ കാർണിവലിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ഒരു ഫാമിലി അല്ല, 2 ഫ്രണ്ട്സ്. ഓക്കെ, പേര് ഷഫീർ, നൗഷാദ്. എവിടെയാണ് ഷഫീറിന്റെ സ്ഥലം? ആറ്റൂര്. നിങ്ങൾ ആ ദേശത്തിൽപ്പെട്ട മച്ചാട് മാമാങ്കത്തിന്റെ അല്ല? അപ്പൊ ഈ കാർണിവൽ കാണാനോ വന്നത്? എന്ത് കാണാനാ പിന്നെ എത്തിയത്? ഓക്കെ, ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? മാമാങ്കം കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പ്രത്യേക വൈബാണ്. എന്താ ചെയ്യുന്നത്? ഞങ്ങള് ബിസിനസ്സാണ്. ഓക്കെ, അപ്പൊ ഈ കാർണിവൽ കാണാനായിട്ട് വന്നതാണ്? അതെ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രവാസികളാണോ? ആണ്. അത് ശരി. അപ്പൊ നാട്ടിൽ ലീവിന് എല്ലാ ലീവും ഈ സമയത്ത് തന്നെയാണോ അടുത്ത് വരാറ്? സമയത്ത് വരുമ്പോ നാട്ടിൽ വരുമ്പോ വരും. അപ്പൊ മാമാങ്കം മിസ് ചെയ്യില്ല. ഓക്കെ, ഇതിനകത്ത് കാണാത്തവരോട് എന്താ ഈ കാഴ്ചയെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും വന്ന് കാണുക, കാണേണ്ട ഒരു കാഴ്ചയാണ്, അടിപൊളിയാണ്. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഈ ദേശത്തിലുണ്ടോ? പിന്നെന്താ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കാർണിവൽ കാണാൻ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യോ? നോക്കാം. ഓക്കെ, അപ്പം എന്തായാലും പൊക്കോളൂ. അപ്പോൾ നമ്മുടെ കാർണിവൽ കാണാനായിട്ട് ഒരുപാട് പേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ഒരു ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും പുറത്ത് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുമാണ് ഈ ഒരു കാർണിവൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റോളുകളും ചെറിയ ഷോപ്പിങ്ങും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാർണിവലിൽ നമ്മൾ അടുത്ത ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ പോവാണ്. പേര്? അജയ് കൃഷ്ണൻ. എവിടെ സ്ഥലം? ഇവിടെ ഊരംകട്, അമ്പലപ്പാട്. ഓക്കെ, ഇയാളുടെ പേര്? ദേവിക. ഓക്കെ, സിസ്റ്ററാണ്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് മാമാങ്കം ഒക്കെ? അപ്പൊ ദിവസങ്ങൾ അടുക്കുകയാണ്, എല്ലാ വർഷം കാണാറുണ്ടോ? ഉണ്ട്. എന്താണ് ഇവിടുത്തെ കാര്യമാണോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ തട്ടകാണ്. ഓക്കെ, അപ്പൊ പറയൂ, തട്ടകത്തെ ആളെന്ന നിലയ്ക്ക് ഈ മാമാങ്കത്തെ കുറിച്ച് പറയൂ. മാമാങ്കം നമുക്ക് മനസ്സിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ഒരു ആഘോഷമാണ്. അത് ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്.
ഇപ്രാവശ്യം ഒരുപാട് ഉഷാറായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. കാർണിവല് ജയറാം വന്നിരുന്നു, പ്രതിഷ്ഠാ ദിനത്തിന് ശോഭ അവരുടെ ഡാൻസ് ഉണ്ട്. അങ്ങനെ അപ്പൊ ഇത് മാമാങ്കം ആ ഒരു ദിവസത്തെ മാത്രല്ല, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ? വേറെന്താ ഇതിന് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്? വേറെ ഇപ്പോൾ മറ്റേത് പൂരത്തിൽ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പല കലാപരമായ പരിപാടികളാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കൂടിയുള്ളത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അതെ അതെ അതെ. ഇപ്പോൾ പറയാണ് ഇവിടുത്തെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ പറയാണ് ഇവിടുത്തെ. ഭഗവതി തോളിലേന്തി കുതിരപ്പുറത്ത് വരുന്ന സങ്കല്പമാണ് ഉള്ളത്. 24 hours പറയാണ്. അതൊക്കെയാണ് ഇവിടെ ഏറ്റവും പ്രശസ്തമായി ഇരിക്കുന്നത്. ഇത് ഇവിടെ നാട്ടിലുള്ള സമയത്ത് ഒരിക്കലും പോലും മിസ് ചെയ്തിട്ടില്ല. ഇല്ല ഞങ്ങളിതൊരു മിസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മച്ചാട്ടുകാർക്ക് ഏറ്റവും വലിയ ഒരു മാമാങ്കമാണ് മച്ചാട് മാമാങ്കം. അപ്പൊ അത് ഇവിടെയുള്ള തട്ടകത്തുള്ള എല്ലാരും അവിടെ എത്തിയിരിക്കും അല്ലേ? ഓ തീർച്ചയായും. പിന്നെ ഇവിടെയുള്ള ഈ ആൾക്കാരുടെ ഫാമിലീസ് മൊത്തം ഗ്യാദർ ചെയ്യും ഇവിടെ. അങ്ങതാണ് ഇവിടെ മൊത്തം ഇത്ര ക്രൗഡും. അതെ 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 അതെ. അങ്ങനെയാണ് ഇവിടെ ഒരു കാർണിവൽ വന്നിട്ട് ഇത്ര സക്സസ് ആവാൻ കാരണം. അതാണ് കാർണിവൽ. കാരണം ഇത്രയധികം പബ്ലിക് ഗ്യാദറിംഗ് ഇല്ല. ഇതൊരു സെക്കൻഡ് ഇയർ ആണ്. കഴിഞ്ഞ കൊല്ലം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് സെക്കൻഡ് സീസൺ ആണ്. സോ നമ്മുടെ ഒരു ഷോപ്പും ഉണ്ട് ഇവിടെ, ഒരു സ്റ്റാൾ ഉണ്ട് ഇവിടെ. നമുക്കൊരു ടയർ ഷോപ്പാണ് ഇവിടെ. താണിക്കുടം പുന്നമ്പറമ്പ് വീലലൈൻമെന്റ് ഷോപ്പാണ്. സോ നമ്മൾ പ്രൊമോഷന്റെയും ഒരു സപ്പോർട്ടിങ്ങിന്റെയും ഭാഗമായിട്ട് നമ്മളൊരു സ്റ്റോൾ ഇവിടെ ക്ഷേത്രത്തിൽ മാത്രമല്ല, ആഘോഷങ്ങൾക്ക് മാത്രമല്ല, കാർണിവൽ ഷോപ്പ് ചെയ്യാനും കൂടെ ഒരു അവസരം കൂടെ ആണല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം. ഇത്തവണ റീൽസ് ഒക്കെ എടുക്കില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. മാമാങ്കാശംസകൾ. അതാണ്. അപ്പോൾ ഓരോരുത്തരും, അതായത് ഇതുവരെ ഇത് കാണാത്തവർക്ക് പോലും ഇവരുടെ ടോക്കിൽ നിന്ന് നമുക്കിത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പം എന്തായാലും ഇത്തവണ ഇതൊന്ന് കാണാൻ തന്നെ, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത്. എന്തായാലും ഇതുവരെ കാണാത്തവർ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാർണിവലിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു ഫാമിലി അല്ലേ? പേരെന്താ? സുധി. ഇവിടെ ഒരു ചെറിയ ആളുണ്ട് കേട്ടോ. എന്താ പേര്? അന്റെ അമ്മ പഠിക്കണ്ടോ? എത്രയിലാ? ആണോ? കോളേജിൽ എന്നാ പോവാൻ പറ്റുക? 1ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ. എന്താ ചെയ്യണേ? ഞാൻ ആംബുലൻസിന്റെ ഡ്രൈവറാ. ആണോ? ഓ, എവിടെ? ഏതാ? ഞാൻ മെഡിക്കൽ കോളേജിലെ. ഓക്കെ. അപ്പൊ മാമാങ്കം എത്തി അല്ലേ? പറയൂ. ഇന്നുകൊണ്ട് മച്ചാട്ടുകാർക്ക് മാമാങ്കം. ഇനി തൊട്ട് ഒരാഴ്ച മാമാങ്കം. ഒരാഴ്ച. ഓക്കെ. എന്താ പേര്? നിവേദ്യ. എന്താ ചെയ്യണേ? പഠിക്കുക? 8ല്. വിദ്യ. ഹൗസ് വൈഫ്. ഓക്കെ. അപ്പൊ പറയൂ, മാമാങ്കത്തിന്റെ വിശേഷം പറയൂ. മാമാങ്കം എന്ന് പറഞ്ഞാൽ മച്ചാട്ടുകാർക്ക് ആകെപ്പാടുള്ള ഒരു ആവേശമായിട്ടുള്ളൊരു പൂരാണ്. അതില് ഇനി ഇവിടെ മച്ചാട്ടുകാർക്ക് വേറൊരു ആവേശമായിട്ടുള്ളൊരു വേറെ ഒന്നുമില്ല. ഇതില് ജാതി മത ഭേദം ഒന്നുമില്ലാതെ നോക്കിയിട്ട് ഒരുമിച്ച് പോകുന്നൊരു മാമാങ്കമാണ്. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, അതായത് ഇന്ന് പറപ്പുറപ്പാടാണ്, പക്ഷെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ അല്ലേ, അതിൽ സഹോദരിമാരും അവരൊക്കെ പോകുന്ന ഒരു കാഴ്ച കണ്ടു. അത് ശരിക്കും ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അവർക്ക് മുൻഗണനയുള്ളതാണ്. അവർക്ക് അത്രയും വിശ്വാസമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് മച്ചാട് ഭഗവതി എന്ന് പറഞ്ഞാൽ. അവർക്ക് അത്രയും വിശ്വാസമുള്ളതാണ്. അപ്പൊ നല്ല അടിപൊളി വെടിക്കെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ചെറിയ രീതിയിലാണെങ്കിലും. എന്താണ് മാമാങ്കത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? എന്താ? പറവൂർപ്പാട്. ആണോ? പിന്നെ കുതിരച്ചാട്ടം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഈ ഏറ്റവും വലിയ കുതിര, ചെറിയ കുതിര അങ്ങനെയൊക്കെ ഇല്ലേ? പല ഉണ്ട്. നിങ്ങൾ ഏത് ടീമിന്റെ ആളുകൾ? അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ പുന്നപ്പറമ്പ് ദേശം. അടുത്ത പോലെ ഞങ്ങളുടെ പൂരാണ്. അത് ഓരോ വർഷം ഓരോ ദേശം. അതായത് ഇവിടെ തെക്കുംകര, പുന്നമ്പറമ്പ്, പനങ്ങാട്ടുകര 3 ദേശക്കാർക്കാണ് ഇവിടെ പൂരം നടത്താനുള്ള അവകാശം. പിന്നെ മറ്റുള്ള ദേശക്കാർ ഇവിടെ പൂരം കൊണ്ടുവരുന്നവരാ. വിരിപ്പാക്ക, മണലിത്ര, കരിമത്ര, മംഗലം, പാർലിക്കാട്. മൊത്തം 6 ദേശം. 6 ദേശത്തിന്റെയും ഒരു ജീവനാണല്ലേ മച്ചാട് എന്ന് പറഞ്ഞാൽ. 6 ദേശം ഉൾപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി പൊക്കോളൂ. എന്തായാലും ഇവിടെ ഒരാളും കൂടെ ഉണ്ടല്ലോ. പേരെന്താ? വേദ. അപ്പൊ ടാറ്റ. താങ്ക് യു. ഓക്കെ.
കാർണിവൽ വിശേഷങ്ങൾക്കൊപ്പം അതേപോലെ തന്നെ മാമാങ്കത്തിൻ്റെ വിശേഷങ്ങൾക്കൊപ്പം ഇനി നമ്മളോടൊപ്പം പരിചയപ്പെടാൻ പോകുന്നത് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സുനിൽകുമാർ സാറാണ്. നമസ്കാരം. കാർണിവൽ ഇപ്പോൾ 2ാം വർഷമാണ് അല്ലേ? എങ്ങനെയുണ്ട്? എന്താണ് ഇതിൻ്റെ ആളുകളുടെ ഒരു റെസ്പോൺസ്? 2023 ആദ്യമായി തെക്കുംകര ഗ്രാമപഞ്ചായത്തും തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് ഒരു കാർണിവൽ നടത്തണം എന്ന് ആലോചിച്ചു. അത്തരമൊരു ആലോചന വന്ന സമയത്ത് ഗ്രാമപഞ്ചായത്ത് ഈ പൂരം നടത്തുന്ന 3 ദേശക്കാരും കുതിര കൊണ്ടുവരുന്ന ദേശക്കാരുണ്ട്, ഹരിജൻ വേലയുണ്ട്. ഇവിടെ എല്ലാവരുമായി ഒരു കൂടിയാലോചന നടത്തി മച്ചാട് മാമാങ്കം ഏറെ ആകർഷകമാക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഒരു കാർണിവൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും 2023 ഏകദേശം 8 ദിവസം തുടർച്ചയായി കാർണിവൽ ആരംഭിക്കുകയുണ്ടായി. ഈ വർഷം 2024 കാർണിവൽ ഇന്നലെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരിയുടെ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഇവിടെ കാർണിവലിൽ ഏകദേശം 50ഓളം സ്റ്റാളുകളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള 10-12 ഇനം ഐറ്റം കുട്ടികൾക്ക് വലിയവർക്ക് കളിക്കാൻ കഴിയാവുന്ന, ആസ്വദിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിൽ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇപ്രാവശ്യം തയ്യാറാക്കിയിട്ടുള്ളത്. കുടുംബശ്രീയുടെ നാടൻ ഭക്ഷണശാല ഇതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. മച്ചാട് മാമാങ്കത്തിനോടനുബന്ധിച്ച് ശനിയാഴ്ച മച്ചാട് മാമാങ്കത്തിൻ്റെ ആചാരങ്ങൾക്കോ മച്ചാട് പൂരം നടത്തുന്ന വ്യത്യസ്ത കലാപരിപാടികൾക്കോ ഒരു തടസ്സവും വരാത്ത രീതിയിലേക്കാണ് ഞങ്ങൾ ഈ കാർണിവലിൻ്റെ കലാപരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശനിയാഴ്ച നമ്മുടെ സ്വദേശികളായ കുട്ടികളുടെയും തൃശ്ശൂരിൽ നിന്നുള്ള ഡാൻസിൻ്റെ ഒരു ടീം ഇവിടെ 5-6 ഡാൻസുകളും അങ്ങനെ ഏകദേശം 15ഓളം ഡാൻസുകൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. 21-ാം തീയതി ഇതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കുന്നംകുളം MLA AC മൊയ്തീൻ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ കാർണിവൽ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് ഇവിടുത്തെ മൊത്തം ഒരു വൈബ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു. നമുക്ക് മറ്റൊരാളെ കൂടെ പരിചയപ്പെടാം. പേര്? രാധാകൃഷ്ണൻ. ഈ മാമാങ്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? ഈ പറവറപ്പാടാണ്. ഈ മലയാളിയെ ഏറ്റുകൊണ്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി പാറയെടുത്ത് പോകുന്നതാണ് ഒരു പ്രത്യേകത. കേരളത്തിൽ എവിടെ ഇല്ലാത്തൊരു ആചാരമാണത്. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ആകർഷകമായ കാര്യം, കുതിരവേല. ഓക്കെ, എന്താണ് പേരെന്താ? സജീന്ദ്രൻ. ഓക്കെ, അപ്പൊ ഒരു മച്ചാടുകാരൻ എന്ന നിലയ്ക്ക് ഏത് ദേശത്തിൽ പെടും? വിരിപ്പാക്ക. ഓക്കെ, എത്ര അപ്പൊ 6 ദേശങ്ങളുടെയാണ് ഈ ഒരു മാമാങ്കം എന്ന് പറഞ്ഞു. അതിനകത്ത് മത്സരത്തോടുകൂടെ അല്ലേ എല്ലാവരും? എങ്ങനെയാണ് അത്? കുതിരച്ചാട്ടം, അല്ലെങ്കിൽ കുതിര കൊണ്ടുവരില്ലേ, അതിന്റെ ഒരുക്കങ്ങള്. എത്ര കുതിരകൾ മൊത്തം ഉണ്ടാവും? മൊത്തം ഒരു 9 കുതിര അല്ലേ? 9 കുതിര അല്ലേ? 9 കുതിര. ഓക്കെ, അപ്പം അവരുടെ ഒരു മത്സരമാണ് കാണാൻ പോണത്. ഇന്നിപ്പോ മുതൽ നാളെ മുതൽ വർക്ക് ആരംഭിക്കും. എല്ലാ കുതിരകളിലെ എല്ലാ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും മാമാങ്ക ദേശങ്ങൾക്കാർ നല്ല വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഓക്കെ, ഇവിടെ ചേട്ടൻ്റെ പേര്? ഷാജു. ഏത് ദേശമാണ്? പനങ്ങാട്ടുകര കല്ലമ്പാറ. ഓക്കെ, എത്ര വർഷമായിട്ട് മാമാങ്കം അപ്പം ജനിച്ചത് മുതൽ കാണുന്നുണ്ടാവും? എന്നാലും എത്ര വർഷം കണ്ടു മാമാങ്കം? എല്ലാ കൊല്ലം കാണും. ഒരു 5 വയസ്സ് 6 വയസ്സ് തൊട്ട് ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരു കൊല്ലം പോലും ഇത് മിസ്സായിട്ടില്ല? സാധ്യതയില്ല. എവിടെയാണെങ്കിലും നമ്മൾ ഇവിടെ എത്തും അല്ലേ? അടുത്ത പ്രദേശമാണല്ലോ. ഓക്കെ, എന്താ പേര്? വിശ്വംഭരൻ. ഈ മാമാങ്കത്തിൽ വരുന്ന കുതിരകള് അത് എന്നാണ് കെട്ടി തുടങ്ങുക? അത് ഇവിടെ തന്നെയാണോ കെട്ടുന്നത്? അതായത് പ്രദേശത്തുള്ള ആൾക്കാരാണ് കെട്ടിയ. വിരിപ്പാക്ക, മണലത്തറ, പിന്നെ പനങ്ങാട്ടയുടെ ഇവിടെ പൂരം നടത്തുന്ന അവരാണ്. അതുകൊണ്ട് ഇവിടെയാണ് കെട്ടും കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പരിപാടികളൊക്കെ 2 ദിവസം മുമ്പാണ് തുടങ്ങുള്ളൂ അല്ലേ? 2 ദിവസം മുമ്പ്. ഇപ്പോൾ നാളെ തൊട്ട് വക്കുവലൊക്കെ കിട്ടി നല്ല ആഡംബരമായിട്ട് കാര്യങ്ങൾ നടത്തും. ഓക്കെ, ചേട്ടൻ്റെ പേര്? മോഹൻ. ഓക്കെ, അപ്പൊ മാമാങ്കത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട് കുതിരകൾ ഇങ്ങനെ ദേശത്ത് നിന്ന് വരും. മണലത്ര ഇതിനകത്ത് വലിയ കുതിരയുണ്ട്, ചെറിയ കുതിര. മംഗല അയ്യപ്പങ്കാവ് വലിയ കുതിര. മംഗല അയ്യപ്പങ്കാവിലെ അതാണ് കുതിര. ആൺകുതിര. ഓ, ബാക്കിയൊക്കെ പെണ്ണുങ്ങളാണ്. പെൺകുതിര. അപ്പൊ ഇവിടെ വന്ന ഒരു മത്സരമാണ്. പന്തല് മുട്ടിക്കാനും അമ്പലത്തിൽ വരുമ്പോ വാശിയേറിയ
ഇതാണ്. ഓക്കെ. അപ്പം വേറെന്തെങ്കിലും അതിന്റെ പുറകിൽ, അതായത് ഇവിടെ ആനയില്ലേ, കുതിര മാത്രമാണ്. ആന ഈ ഭഗവതിക്ക് പാടില്ല. അതാണ് കാര്യം അല്ലേ? പാടില്ല. ഓക്കെ. പേര്? പേര് വേലുക്കുട്ടി. ഓക്കെ. ഇവിടെ തന്നെയാണോ ദേശം? തെക്കങ്കര ദേശമാണ്. തെക്കങ്കര ദേശം. അപ്പൊ തെക്കങ്കര ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? ഈ മാമാങ്കത്തിലെ ഏറ്റവും വലിയ നിങ്ങളുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? എന്താ വെച്ചാൽ തട്ടക ദേശക്കാരൊക്കെ എല്ലാവർക്കും വിശേഷങ്ങളാണെങ്കിൽ പോലും തെക്കങ്കര ദേശത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. വെച്ചാൽ തെക്കങ്കര ദേശത്ത് വെച്ചിട്ടാണ് ഈ പൂരം നടക്കുന്ന മച്ചാട് തിരുവാണിക്കാവ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശത്തുള്ള നിവാസികൾക്ക് എന്നും ഈ 5 ദിവസവും പൂരത്തിന്റെ ഒരു ആഘോഷം. എല്ലാ ചടങ്ങും നിങ്ങളുടെ ഇതിലൂടെയാണ് പോകുന്നത് അല്ലേ? വെള്ളിയാഴ്ച മുതൽ പൂരം അവസാനിക്കുന്ന വരെയും ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ഇപ്പൊ മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരുടെ വീട്ടുകളിലും വിരുന്നുകാരും എല്ലാവരും വന്ന് എത്തിപ്പെടുന്നത് മച്ചാട് മാമാങ്കത്തിനാണ്. മാമാങ്കം എന്ന് പറഞ്ഞാൽ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ആൾക്കാരടക്കം ഇവിടെ എത്തിപ്പെടും, ഈ നാട്ടിലെത്തും അല്ലേ? ഓക്കെ. എന്താ പേര്? പേര് ഷാനവാസ്. ഷാനവാസ്. ഓക്കെ. അപ്പൊ പറയൂ, ഒരു എന്താ പറയാ, ഇത്തരം ആചാരങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചയും കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ കല്ലമ്പാറ നിവാസിയാണ്. കല്ലമ്പാറയും പനങ്ങാട്ടുകര ദേശം കൂടിയിട്ടാണ് ഇപ്രാവശ്യത്തെ മാമാങ്കം നടത്തുന്നത്. എല്ലാ വർഷത്തേക്കും ഓരോ ദേശക്കാർക്കാണ് അതിന്റെ പ്രൗഢിഗംഭീരമായി നടത്താൻ ഇപ്രാവശ്യം എൻ്റെ നാടും പനങ്ങാട്ടുകര ദേശം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ എല്ലാ വർഷത്തേക്കാളും മികച്ച രീതിയിലാണ് ഇപ്രാവശ്യം മച്ചാട് മാമാങ്കം നടത്തുന്നത്. എല്ലാ പ്രോഗ്രാമുകളും സാധാരണഗതിയിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. കാർണിവലായാലും മറ്റുള്ള പരിപാടികളായാലും എല്ലാ തരത്തിലും എല്ലാ ദേശക്കാരും എല്ലാ മതവിഭാഗക്കാരും ഒരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. എല്ലാ നാട്ടുകാരും ഇപ്പോൾ വിദേശത്തുള്ളവർ വരെ ഇപ്പോൾ ഓൾറെഡി നാട്ടിലെത്തി കഴിഞ്ഞു. അത്രയും പ്രൗഢഗംഭീരമായി അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഫീലോട് കൂടെ പറയുന്നത് കേൾക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം എന്തായാലും ഈ ഒരു ദേശം ഇവിടെ എല്ലാം കൊണ്ടും അവർ ഒരുങ്ങിയിരിക്കുകയാണ്. കാർണിവൽ ഭംഗിയായിട്ട് നടക്കുന്നു, അമ്പലത്തിലെ ചടങ്ങുകൾ ഭംഗിയായി നടക്കുന്നു. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കുതിരകൾ ഒരുങ്ങിക്കഴിയും. 21-ാം തീയതിയാണ് ഇതിൻ്റെ സമാപനം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഈ മച്ചാടിലുള്ള ഓരോ വ്യക്തികളും ഓരോ കുഞ്ഞു മനസ്സും മാമാങ്കത്തിൻ്റെ ആ ഒരുക്കത്തിനും കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രൗഢഗംഭീരമായിട്ട് തന്നെ ഇത്തവണയും അത് നടക്കട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.